പോത്തുണ്ടി എന്ന ഗ്രാമത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് 7 വർഷം മുൻപാണ്. സജിത എന്ന വീട്ടമ്മയെ അയൽവാസി കൊലപ്പെടുത്തിയ കേസ്. പിന്നീട് 2025 സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയതോടെ പോത്തുണ്ടി പേടിപ്പെടുത്തുന്ന പ്രദേശമായി. ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഭീതിയോടെയാണ് ജീവിക്കുന്നത്. ഇനിയെങ്കിലും അവർക്ക് ഭയം കൂടാതെ അന്തിയുറങ്ങാൻ കഴിയണം. കേരളത്തെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്ക് കോടതി എന്ത് ശിക്ഷയാകും വിധിക്കുക? ദിവസങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് ആ നാട്ടുകാർ. ചെന്താമര എന്ന നരാധമനുള്ള ശിക്ഷ വരുന്ന തിങ്കളാഴ്ച വിധിക്കും. കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിച്ചപ്പോഴേ നമ്മൾ കണ്ടതാണ് അക്ഷോഭ്യനായ ചെന്താമരയെ. 3 പേരെ കൊന്നതിൻ്റെ ഒരു മനസ്താപവുമില്ല. കോടതി ചോദിച്ചതിന് അതേ നാണയത്തിൽ മറുപടി. കുറ്റക്കാരനാണെന്ന് വിധിച്ച ജഡ്ജി കെന്നത്ത് ജോർജ് ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലാലോ എന്ന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു മാനസിക രോഗം ഉണ്ട് എന്നായിരുന്നു മറുചോദ്യം. പുറത്തിറങ്ങിയാൽ വീണ്ടും ആളുകളെ വകവരുത്തുമെന്ന് പറയാതെ പറഞ്ഞു. ഒടുവിൽ ശിക്ഷാവിധിയിലുള്ള വാദപ്രതിവാദത്തിൽ ചെന്താമര മുന്നോട്ട് വെച്ച നിർദ്ദേശം സുധാകരൻ്റെയും സജിതയുടെയും പെൺമക്കൾക്ക് തനിക്ക് ജയിലിൽ നിന്ന് ലഭിക്കുന്ന കൂലി കൊണ്ട് സാമ്പത്തിക സഹായം നൽകാം എന്നായിരുന്നു. അഭിഭാഷകർക്ക് മുന്നിൽ കരഞ്ഞതായും മിറ്റിഗേഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കോടതിക്ക് പക്ഷേ ഇതിലൊന്നും വിശ്വാസം വന്നിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും മിറ്റിഗേറ്റഡ് റിപ്പോർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിന് പോയത് വേറെ 2 വക്കീലന്മാരാണ്. ഡിഫൻസ് കൗൺസിലിൽ നിന്ന് വേറെ 2 വക്കീലന്മാരാണ്. മറ്റേ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ചീഫ് ഒരു മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ചീഫിൻ്റെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതും അയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ആ ഉത്തരങ്ങളൊന്നും ഈ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല. പ്രോസിക്യൂഷനും ശക്തിയുക്തം നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിനെ എതിർത്തു. വിചാരണയിലുടനീളം പശ്ചാത്താപമോ മനസ്താപമോ ചെന്താമര പ്രകടിപ്പിച്ചില്ലെന്ന് പറഞ്ഞാണ് പ്രോസിക്യൂഷൻ പ്രതിരോധിച്ചത്. 14-15 തീയതികളിലായി ചെന്താമരയെ ജയിലിൽ സന്ദർശിച്ച നിയമസഹായവേദി അഭിഭാഷകരായ വിജിനും രാധാകൃഷ്ണനും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചീഫ് ഡിഫൻസ് കൗൺസിൽ മിറ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പാപിയെയല്ല പാപത്തെയാണ് വെറുക്കേണ്ടത് എന്ന ബൈബിൾ വാക്യം ഉദ്ധരിച്ചാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ വാദിച്ചത്. 1 മണിക്കൂറിലേറെ ശിക്ഷാവിധിയിലുള്ള വാദം നീണ്ടു. പരമാവധി ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് സുധാകരന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയ അവർ ഇതുതന്നെയാണ് മാധ്യമങ്ങളോടും പറഞ്ഞത്. അയാളെ നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊള്ളണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അയാളുടെ മറുപടി കേട്ട് പേടി തോന്നുന്നുണ്ടോ? നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. 3 പേരുടെ ജീവനാണ് ചെന്താമര 2 തവണകളിലായി ഇല്ലാതാക്കിയത്. അന്ധവിശ്വാസമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന് പറയപ്പെടുന്നു. എന്തുതന്നെയായാലും ഇങ്ങനെയൊരു ക്രിമിനൽ നാടിന് വലിയ ഭീഷണിയാണ്. അത് തിരിച്ചറിഞ്ഞ് കോടതി തിങ്കളാഴ്ച തക്കതായ ശിക്ഷ വിധിക്കുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.